നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരിച്ചടി. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളി തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസ് പരിഗണിച്ച കോടതി ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ നന്നാക്കാൻ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. കോടതിയുടെ അനുമതിയോടെ മാത്രമേ സന്നിധാനത്ത് സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂവെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിക്കാത്തത് ഗുരുതര വീഴ്ചയാണെന്ന് വ്യക്തമാക്കി കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ടും നൽകിയിരുന്നു. ഓണക്കാലത്തെ പ്രത്യേക പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട അടച്ചതിന് ശേഷമാണ് ശ്രീകോവിലിന് മുന്നിലെ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി ഇളക്കിയത്. സംഭവം ഗുരുതര വീഴ്ചയെന്നായിരുന്നു സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട്. സ്വർണ്ണപ്പണികൾ സന്നിധാനത്ത് നടത്തണമെന്ന കോടതി നിർദ്ദേശം ലംഘിച്ചെന്നും സ്പെഷ്യൽ കമ്മീഷണറുടെ ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ ഒരു കോടതിയുടെയും അനുമതി വേണ്ടെന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വിശദീകരണം. അതിനിടെ ഒരു സ്പോൺസറുടെ നിർദ്ദേശപ്രകാരമാണ് സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്ന വിവരം മറുനാടൻ മലയാളിക്ക് ലഭിച്ചിരുന്നു. ആരും അറിയാതെ അതിവേഗം തിരികെ കൊണ്ടുവന്ന് സ്ഥാപിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ സംഭവം സ്പെഷ്യൽ കമ്മീഷണർ അറിഞ്ഞതോടെ കാര്യങ്ങൾ പുറത്തെത്തുകയായിരുന്നു. വലിയ താല്പര്യങ്ങൾ ഈ കൊണ്ടുപോകലിന് പിന്നിലുണ്ടെന്നാണ് സൂചന. എവിടേക്കാണ് ഈ പാളികൾ കൊണ്ടുപോയതെന്നും ഇനിയും ദേവസ്വം ബോർഡ് പറയുന്നില്ല. അതേസമയം ദ്വാരപാലകരുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണം പൂശിയ ചെമ്പ് പാളികളാണ് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയതെന്നാണ് ദേവസ്വം ബോർഡ് വിശദീകരണം. ഇതിന് ബോർഡും ക്ഷേത്രതന്ത്രിയും അനുമതി നൽകിയിരുന്നു. തിരുവാഭരണം കമ്മീഷണർ, ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പോലീസ്, വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് സുരക്ഷിതമായ വാഹനത്തിലാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. വാർത്തകൾക്ക് പിന്നിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് അവമതിപ്പുണ്ടാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള സംഘടിത ഗൂഢശ്രമമാണെന്നും ദേവസ്വം ബോർഡ് ആരോപിച്ചു. വായു സമ്പർക്കത്തിലുള്ള സ്വർണത്തിൽ മൂലകമാറ്റം ഉണ്ടാകുമെന്നും അങ്ങനെ മൂലകമാറ്റമുണ്ടാകുന്ന സ്വർണത്തിന് മൂല്യം കൂടുമെന്നുമെല്ലാം വാദമുണ്ട്. മുമ്പ് ശബരിമലയിൽ മേൽക്കൂര പൊളിച്ച് വീണ്ടും സ്വർണം പൂശുമ്പോൾ ഇത്തരത്തിലെ ആരോപണം ഉയർന്നിരുന്നു. ഇത്തരം വാദങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് വീണ്ടും ശബരിമലയിൽ സ്വർണം പണിക്കായി മാറ്റുന്നത്. പൊളിച്ച് ചെന്നൈയിലേക്കുള്ള സ്വർണം മാറ്റി അതേ തൂക്കത്തിലും അളവിലുമുള്ള നല്ല സ്വർണത്തിൽ പുതുക്കി പണിതാൽ പോലും സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്ന് കരുതുന്നവരുമുണ്ട്. തുറന്ന അന്തരീക്ഷത്തിൽ ഏറെ നാളായി ഇരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണമാണ് ചെന്നൈയിലേക്ക് പോയിരിക്കുന്നത്. ശ്രീകോവിലിന്റെ ഇടത്തും വലത്തുമുള്ള ശില്പങ്ങളിലെ പാളിയാണ് ഇളക്കിയത്. കോടതിയുടെ അനുമതിയോടെ സന്നിധാനത്ത് മാത്രമേ സ്വർണ്ണപ്പണികൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഹൈക്കോടതി ബെഞ്ച് നിർദ്ദേശം. മങ്ങലും കുത്തുകളും കാൽഭാഗത്ത് പൊട്ടലുമുണ്ട്. ബോർഡ് തീരുമാനപ്രകാരം തന്ത്രിയുടെ അനുമതി വാങ്ങി തിരുവാഭരണ കമ്മീഷണറും വിജിലൻസും അടക്കമാണ് പാളി ഇളക്കിയത്. അതിന് സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞിരുന്നു. തിരുവാഭരണ കമ്മീഷണറും വിജിലൻസ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലാണ് ഇളക്കിയതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതൊന്നും തന്നെ ഹൈക്കോടതി അംഗീകരിക്കുന്നില്ല. ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലുമായിട്ടുള്ള ദ്വാരപാലക ശില്പങ്ങൾ സ്വർണ്ണപ്പാളികൾ ഉപയോഗിച്ച് മൂടിയിരുന്നു. സ്വർണ്ണപ്പാളികൾ ഇളക്കണമെങ്കിൽ ഹൈക്കോടതിയെ അറിയിച്ച് ഒരു സമിതിയെ നിയോഗിക്കണമായിരുന്നു. ഈ സമിതിയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ ശബരിമലയിൽ വെച്ച് തന്നെയാണ് അറ്റകുറ്റപ്പണികൾ തീർക്കേണ്ടത്. 1998 ശബരിമല ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ സ്വർണം പൂശിയത്. വ്യവസായി വിജയ് മല്യയായിരുന്നു അന്ന് ക്ഷേത്രത്തിൽ സ്വർണം പൂശാൻ മുന്നോട്ട് വന്നതും അത് നിർവഹിച്ചതും. ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ സ്വർണം പൂശാനുള്ള വിജയ് മല്യയുടെ തീരുമാനം ആദ്യം ചില വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടാണ് അന്ന് സ്വർണം പൂശാൻ അനുമതി നൽകിയത്. അന്ന് ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂര സ്വർണം പൂശാൻ 32 കിലോഗ്രാം സ്വർണവും 1900 കിലോഗ്രാം ചെമ്പുമാണ് വിജയ് മല്യ സംഭാവന നൽകിയത്. ഈ പ്രവൃത്തിക്ക് അന്ന് 18 കോടി രൂപ ചെലവായെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു.